ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഇന്ന് ഇവിടെ അർഹത്തിക് യോഗയുടെ ക്ലാസ് ദ പാത്ത് ടു അർഹർഷിപ്പ് മഹാത്മാ ചോവാക്കോക്സി തയ്യാറാക്കിയിട്ടുള്ള യോഗിക് പരിശീലനങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് തുടങ്ങി. ഇന്നതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു. എന്താണ് ദ പാത്ത് ടു അർഹർഷിപ്പ്? നമ്മളൊരു അർഹതപ്പെട്ടവനായി ഈ ലോകത്തെ ഏറ്റവും മികച്ചവനായി ജീവിക്കാൻ നാം തയ്യാറെടുക്കുന്ന പരിശീലനമാണ് ദ പാത്ത് ടു അർഹർഷിപ്പ്. ഒരു യോഗി തലത്തിലേക്ക്, ഒരു യോഗിയായിട്ട് ഈശ്വരീയമായ ബന്ധവും ഭൗതികമായ ബന്ധവും സമന്വയിപ്പിച്ച് നല്ല ശക്തനായി ലോകത്ത് ഏറ്റവും അർഹതപ്പെട്ടവനായിട്ട് ജീവിക്കാനായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ദ പാത്ത് ടു അർഹതപ്പെട്ട ആൾ. അർഹതപ്പെട്ട് ഇവിടെ ജീവിക്കാൻ, അതാണ് ഇതിൻ്റെ അർഹാത്ത് എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണ്. അർഹത എന്നുള്ള അർത്ഥം തന്നെയാണ്. അരിഹൻ്റ് എന്നാണ് ഇതിൻ്റെ ടിബറ്റൻ സന്യാസിമാർ പറയുക. പല പേരുകളിലായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ദ പാത്ത് ടു അർഹർഷിപ്പ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു അർഹർഷിപ്പ് പരമഹംസ എന്ന പദത്തിന് തുല്യമാണ്, തത്തുല്യമായിട്ടുള്ളൊരു വാക്കാണ്. ഒരു പരമഹംസ പദവിയിലേക്ക് നാം മുന്നേറുക എന്നുള്ളതാണ്. ഈ സ്പിരിച്വൽ പാത്തിൽ കൂടെ നാം ഉയർന്ന് നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളും മനുഷ്യനായി ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പല വീക്ക്നെസ്സുകളെയൊക്കെ കളഞ്ഞ് ശുദ്ധീകരിച്ച് നല്ല ഊർജത്തെ, ദൈവികമായതും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓഷ്യൻ ഓഫ് എനർജിയിൽ നിന്ന് ശുദ്ധമായതുമായിട്ടുള്ള എനർജിയെ സ്വീകരിച്ച് ഏറ്റവും പരമോന്നതമായ തലത്തിൽ ജീവിക്കാനായിട്ട് ഭൂമിയിൽ സമ്പന്നനും സ്നേഹമുള്ളവനും കാരുണ്യമുള്ളവനുമായി ഈശ്വരീയമായ ബന്ധമുള്ളവനുമായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വളരെ പ്രാക്ടിക്കലി ജീവിതത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ ആളുകൾ പറയും സ്പിരിച്വൽ പാത്ത് എന്ന് പറഞ്ഞാൽ ദൈവചിന്ത മാത്രമാണെന്നാണ്. അതിന് വ്യത്യസ്തമായ രീതിയിലാണ് നാം കാണേണ്ടത്. ദൈവികമായ ചിന്തകളിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കർമ്മത്തെക്കുറിച്ച് ഓർക്കാതെ എന്തിനാണ് ആ അമ്മയിൽ ഗർഭത്തിൽ ജനനം കൊണ്ടത്, ആ അച്ഛനാൽ അമ്മയിൽ ഗർഭത്തിൽ വളർന്ന് ഇവിടെ സമൂഹത്തിലേക്ക് മകനും അല്ലെങ്കിൽ മകളുമായി ജനിച്ച് കുഞ്ഞായി വളർന്ന് അതുമാതിരി തന്നെ സഹോദരിയും സഹോദരനുമായി ഭർത്താവും ഭാര്യയുമായി ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അത് ആ കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ വേണ്ടി തന്നെയാണ്. പ്രൊക്രിയേഷൻ, അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകി ഈ ലോകത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നാം കഴിഞ്ഞ ജീവിതങ്ങളിലൊക്കെ മനസ്സിലാകാതെ ചെയ്തു പോയ തെറ്റുകളെ ഒരു ആവർത്തനത്തിൽ കൂടെ അതിനെയൊക്കെ പരിശുദ്ധീകരിച്ച് കൂടുതൽ പരിണാമത്തിലേക്ക് നാം എത്തുക എന്നുള്ളതാണ് ഈ പരിശീലനത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന പലതരം വിചാരങ്ങളുണ്ട്, നമുക്ക് ആസക്തികളുണ്ട്. ഇതിനൊക്കെ മാറ്റിക്കളയുക എന്നുള്ളത് മാത്രമല്ല, മാറ്റിക്കളയുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് നാം ജീവിതത്തിൽ നാം അർഹതപ്പെടുന്ന ഒരു തരത്തിലേക്ക് നാമെ പരിക്രമം ചെയ്ത് കൊണ്ടുവരിക, ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവികമായ വിശ്വാസം ഇതിന് പ്രധാനമാണ്. അപ്പോൾ ദൈവികമായ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരാം. ദൈവം എന്നത് എന്താണ് എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് ചില ആളുകൾക്ക് ദൈവവിശ്വാസമില്ല. ദൈവം എന്നുള്ളത് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതിനും ഈ പ്രപഞ്ച സൃഷ്ടിക്കും കാരണമായ ഈ ഗ്രഹങ്ങളും സൂര്യനും ഗാലക്സികളും യൂണിവേഴ്സസും ഒക്കെ ഉണ്ടായതിന് കാരണമായി നിൽക്കുന്ന ഒരു പ്രത്യേകമായ സുപ്രീം ലെവൽ ഓഫ് എനർജി, എന്തിൽ നിന്നാണോ അത് തുടങ്ങിയത്, അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ കാരണമായത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഫർണിച്ചർ പണിത് കഴിഞ്ഞാൽ ആ ഫർണിച്ചർ അയാൾ സ്വയമായിട്ട് ഫർണിച്ചറായിട്ട് മാറല്ല. ഫർണിച്ചർ അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫർണിച്ചറാണോ നമ്മൾ അത് ഉണ്ടാക്കിയ ആളെ നമ്മൾ ഫർണിച്ചർ എന്നാണോ വിളിക്കുകയല്ല, അത് ഉണ്ടാക്കിയ ഉൽപ്പന്നമാണ് ഫർണിച്ചർ. അതുപോലെ നമുക്ക് എന്തെങ്കിലും മൊബൈൽ, അത് ഉണ്ടാക്കിയ കമ്പനി
ആണ് അത് സൃഷ്ടിച്ചത്. അപ്പം മൊബൈൽ ഉണ്ടാക്കി അതിന് പ്രത്യേക തരത്തിലുള്ള കഴിവുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതിൽ മെയിൽ അയക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും ഒക്കെ പല എബിലിറ്റീസും ഉണ്ട് അല്ലേ. സിനിമ കാണാനും ഒക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാ ആശയങ്ങളെ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് സാധിക്കുന്നു. പക്ഷേ ഇത്രയും ബുദ്ധിയുള്ള തലത്തിൽ ഇത് പ്രവർത്തിക്കുന്ന നമ്മേക്കാൾ മികച്ചതായി നമ്മുടെ കാര്യങ്ങൾക്ക് വളരെ വേഗം കൂട്ടുന്ന ശക്തി തരുന്ന മൊബൈൽ ആണോ ദൈവം? അത് സൃഷ്ടിച്ചതാരാണ്? അത് സൃഷ്ടികർമ്മത്തിൽ മൊബൈൽ കമ്പനി സൃഷ്ടിച്ചതാണ്. അത് ഏതെങ്കിലും ഐഫോണോ സാംസങ്ങോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കമ്പനി ഉണ്ടാക്കിയതാണ്. ആ കമ്പനി ഉണ്ടാക്കിയപ്പോൾ ആ കമ്പനി അല്ലല്ലോ മൊബൈല്, ആരാലോ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ നാം ഇവിടെ ഉണ്ടായിരിക്കുന്നത്, നാം മനുഷ്യനായി ഇവിടെ നിലനിൽക്കുന്നത്, നാം ജനിക്കാനുള്ള കാരണം ഒരു എവിടെയോ നിന്നോ നാം നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ നിർമ്മിക്കപ്പെട്ടത് ഒരു രൂപത്തിൽ നിന്നോ ഭാവത്തിൽ നിന്നോ ആവണമെന്നില്ല. പ്രത്യേക ഒരു തലത്തിൽ ഒരു ഇൻഫിനിറ്റ് സ്റ്റേജിൽ നിന്നും ഉണ്ടായതാണ്. മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായി എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഈശ്വരൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ലോകമുണ്ടായതും ലോകത്തെ ജീവജാലങ്ങളുണ്ടായതും ഇനി ഗ്രഹങ്ങളുണ്ടായതും ഗാലക്സികളുണ്ടായതും നക്ഷത്രങ്ങളുണ്ടായതും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ആ ക്രിയേഷൻ ഉണ്ടായി എന്ന് നാം തിരിച്ചറിയണം. പിന്നെ ഈശ്വരഭജനം മാത്രം ചെയ്യുക എന്നുള്ളതല്ല സ്പിരിച്വൽ. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ദൈവത്തിനെ കേന്ദ്രീകരിച്ച് പ്രയർ ചെയ്ത് ഭക്തി ലോലുപനായി എപ്പോഴും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരാളോട് എപ്പോഴും അയാളെ വിളിച്ചു കൊണ്ടിരുന്നാൽ, സ്നേഹത്തോടു കൂടി ഒരാളെ വിളിച്ചു കൊണ്ടിരുന്നാൽ, എപ്പോഴും ആളെ വിളിക്കുക, ജോലിക്ക് പോയ ഭർത്താവിനെ ഭാര്യ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭാര്യ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എപ്പോഴും വിളിച്ച് നീ ഭക്ഷണം കഴിച്ചോ, നീ എന്നിട്ട് എവിടേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്താ എങ്ങനെയുണ്ട്, സാരിയിൽ അഴുക്കായില്ലല്ലോ, ഇങ്ങനെ ഓരോന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് എന്താ തോന്നുക? ഇതൊരു സ്പേസ് കിട്ടണില്ലല്ലോ എനിക്കെന്നാ ഒരു അസ്വസ്ഥതയാണ് തോന്നാല്. എപ്പോഴും നമ്മളെ പരിലാളിച്ചു കൊണ്ടിരുന്നാൽ ഇതേപോലെ തന്നെയാണ്. ദൈവത്തിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നാൽ ആർക്കായാലും ദൈവത്തിനായാൽ പോലും അത് മടുപ്പ് വരും എന്നുള്ളതാണ്. അപ്പോൾ സാത്വിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവഭജനം ചെയ്തിരിക്കുന്ന ആളുകളെയാണ് സാത്വിക്, നന്മയുള്ള ആൾ. പക്ഷെ നന്മയുള്ള ആൾ അതിൻ്റെ ഒരു ഹയർ ഫോമിൽ പോകുമ്പോൾ എപ്പോഴും ദൈവപ്രാർത്ഥനയും ദൈവികമായ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ഭൗതികമായ തലത്തിലൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കർമ്മബാധ്യതകളുണ്ട് ഇവിടെ ലോകത്ത്. പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കും കർമ്മബാധ്യതകളുണ്ടായിരിക്കുക. അപ്പോൾ ആ കർമ്മബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് ചെയ്യാതെ ഈശ്വരഭജനം മാത്രം ചെയ്തിരുന്നാൽ അതൊരു സ്പിരിച്വൽ പാത്താണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ വളരെ അധമമായി നിൽക്കുന്ന തമസിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണപരമല്ലാത്ത നല്ലതല്ലാത്ത തിന്മയുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരവസ്ഥയല്ല വേണ്ടത്. രജസിക് എന്ന് പറഞ്ഞാൽ നാം ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നാം വളരെ മികച്ച സ്നേഹമുള്ളവനും രാജ്യത്തിലുള്ള പ്രജകളോട് മുഴുവൻ രാജാവിനുണ്ടാകുന്ന സ്നേഹം പോലെ നാം ലോകത്തെ മുഴുവനും സ്നേഹത്തോടു കൂടി കാണാനും, അതുപോലെ തന്നെ ക്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസിൻ്റെ മുകളിലൊരു തൊപ്പി വയ്ക്കുന്നതാണല്ലോ ക്രൗൺ. രാജാവ് എന്തുകൊണ്ടാണ് തൊപ്പി വയ്ക്കുന്നത്? അത് എന്തിൻ്റെ സിംബോളിക്കാണ്? രാജാവിൻ്റെ ശിരസിൻ്റെ മുകളിലിരിക്കുന്ന ക്രൗൺ അവിടെ ഈശ്വരീയമായ നമുക്ക് ക്രൗൺ ചക്ര എന്ന് പാരമ്പര്യങ്ങൾ പറയും. അതിനെ പ്രതിനിധാനം ചെയ്താണ് ഈ ക്രൗൺ ചക്ര വയ്ക്കുന്നത്. ധാരാളം ഈശ്വരീയ അനുഗ്രഹം ലഭിക്കുന്ന ഒരാളായിരിക്കണം. അതിൻ്റെ അർത്ഥം ക്രൗൺ ചക്ര നമ്മുടെ ഫിസിക്കൽ ഫങ്ഷൻ എന്താണ്? അത് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെയും അവിടെയുള്ള ഗ്ലാൻഡുകളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം. രാജാവിന് വരാനിരിക്കുന്ന കാര്യങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുക രജസിക് പരിശീലകന്. ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടായി വരാനിരിക്കുന്ന നല്ല ബിസിനസ്സുകാർ, വലിയ വലിയ തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്കൊക്കെ പലതും നടക്കുന്നത് ഈ ഇൻഡ്യൂഷനിൽ കൂടിയും ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസിൽ കൂടെയാണ്. അവരുടെ ആ ജന്മത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അതുകൊണ്ടാണ് ഓരോ ആളുകളും ഓരോ പൊസിഷനിലായിരിക്കുന്നത്. അവർക്ക് ആ നിയോഗമുണ്ടായത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാൾ കള്ളനെ ഓടിക്കുകയാണ് പോലീസുകാരൻ. ഓടിക്കുമ്പോൾ കള്ളൻ പെട്ടെന്നൊരു സ്ഥലത്ത് പോലീസ് എത്തുമ്പോൾ 2 വഴികൾ തിരിഞ്ഞു പോകുന്നു. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ പൊതുവെ അധികവും
ഈ പോലീസുകാരൻ വളരെ സിൻസിയറായിട്ട് ഈ കള്ളനെ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവികമായ ഒരു പരിരക്ഷയോ ഒരു കണക്ഷനോ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് വഴിയിൽ ഉള്ളതിൻ്റെ ഒരു ജംഗ്ഷനിൽ വന്നപ്പെട്ടാൽ കള്ളൻ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഓടിയെന്നുള്ളത് അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അറിയിപ്പ് കൊടുക്കും എന്നതാണ് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിലെയാണ് അവൻ പോയിട്ടുണ്ടാവാന്ന്. അവിടെ ഓടുമ്പോൾ അവിടെ നിന്ന് തന്നെ കള്ളനെ പിടിക്കാനായിട്ട് സാധിക്കും. ഇതൊരു സൂപ്പർഫിഷ്യലായിട്ട് വിചാരിക്കേണ്ട. നമുക്കെല്ലാവർക്കും അതാത് ജോലി വളരെ സിൻസിയറായിട്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അന്തർജ്ഞാനമാണത്. എല്ലാ ജോലിയിലും ഇത് ഉയർന്നിരിക്കുന്ന ആളുകൾ അത് കൃത്യമായി സത്യസന്ധമായി ചെയ്യുമ്പോൾ അത് അവർക്ക് ഇൻറ്റ്യൂഷനും ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസും ലഭിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഈ സ്പിരിച്വൽ പാത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും ദൈവനാമങ്ങൾ ചെയ്ത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുക എന്നല്ല അർത്ഥം. ഭൂമിയുമായിട്ട് റൂട്ടിങ്ങായി ഒരു തമസിക്കല്ലാതെ ആധ്യാത്മിക പുരുഷനായി സാത്വികമായിട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രീമായി രജസിക്കായിട്ട് നാം ജീവിക്കാൻ തയ്യാറാവണം. ലോകത്തിനും രാജ്യത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഉപകാരമുള്ള ആളായി ജനസേവനം, ജനത്തിന് ഗുണപരമായി ഏത് രീതിയിലാണ് അവർ ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിൽ മികച്ചതായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അതിനാണ് രജസിക് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ദ പാത്ത് ടു അർഹത്ഷിപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫൗണ്ടേഷൻ ഓഫ് യോഗിക് പ്രാക്ടീസ് ദ പാത്ത് ടു അർഹത്ഷിപ്പ്. മഹാത്മാ ചവാക്കോക്സി ഷാർലറ്റിനാൽ എല്ലാവരുടെയും കൈകളിലെത്താൻ ആഗ്രഹിച്ച ഈ പരിശീലനം ഏറ്റവും അധികം വേണ്ടത് ഈശ്വരീയമായ ചിന്തയാണ്. ഏതോ ഒരു കാരണം കൊണ്ട് നാമൊക്കെ ജന്മമെടുത്ത് ഈ ലോകം പ്രപഞ്ചമുണ്ടായി അതിന് കാരണക്കാരനായ ഈശ്വരനെ നാം വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത്. വിശ്വാസം വളരെ അത്ഭുതകരമായ ഒന്നാണ്. നാം അറിഞ്ഞ് വിശ്വസിച്ചാൽ അത് നടക്കാതെ പോകില്ല എന്ന് പറയില്ലേ. വിശ്വാസമാണ് എല്ലാമെന്ന് നമ്മൾ പറയാറില്ലേ. ആ വിശ്വാസത്തിന് പ്രധാനമുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യം ഈശ്വരീയമായ വെളിച്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നാം വിശ്വസിച്ചാൽ, അത് പൂർണ്ണമായി വിശ്വസിച്ചാൽ അതെല്ലാം നമുക്ക് ലഭ്യമായി തുടങ്ങും എന്നുള്ളത് കാണാം. നാം ജീവിതത്തിലൊന്ന് അനലൈസ് ചെയ്താൽ നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ലഭിച്ചു എന്നുള്ളത് നമുക്കറിയാം. സംശയിച്ച് വേണോ വേണ്ടേ എന്ന് സംശയിച്ചത് മാത്രമേ വരാതിരിക്കുന്നുള്ളൂ എന്നും അറിയണം. ഓക്കെ, 100% ആഗ്രഹിക്കാൻ സാധിച്ച നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയമായ വെളിച്ചം നമ്മിൽ കൂടെ കടന്നു വരികയും അത് ഗുണപരമായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഈശ്വരനോടുള്ള സ്നേഹം പോലെ തന്നെ ഗുരുവിനോടുള്ള ബഹുമാനം വളരെ പ്രധാനമാണ്. ഗുരുവിനെ ബഹുമാനിക്കാനായിട്ടുള്ള ഒരു സ്വഭാവം നമ്മിൽ ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ഗുരുവിനോട് ഉള്ള ബഹുമാനം ഇതിൽ വളരെ പ്രധാനമാണ്. ഗുരുവാണ് നമ്മുടെ ജീവിതത്തെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്നത്. ഈശ്വരനെ നമുക്ക് കാണിച്ചു തരുന്നത്, അതുപോലെ ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നത്, ആ വെളിച്ചം നമുക്ക് പകർന്നു തരുന്ന ഗുരുവാണ്. അപ്പോൾ ഗുരുവിനോട് ബഹുമാനം ഉണ്ടായിരിക്കുക, റെഫറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ മികച്ച ആളുകളായിട്ട് മാറാനായിട്ട് ഈ ദ പാത്ത് ടു അർഹത്ഷിപ്പ് പോലെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം. എല്ലാവർക്കും യോഗ പ്രാണവിദ്യയുടെ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യോഗ പ്രാണവിദ്യയുടെ ദ പാത്ത് ടു അർഹത്ഷിപ്പ് ഇവിടെ തൃശ്ശൂർ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കോഴ്സുകളും അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അനുവദിക്കപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതിനുള്ള സർട്ടിഫിക്കേഷൻസിന് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഇവൻറ്റിനൊക്കെ പങ്കെടുക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ഇവൻറ്റിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം അധികരിച്ചതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ